അടിപൊളി മൂവി. കൊള്ളായിരുന്നു. അല്ല സിനിമ നിങ്ങളൊക്കെ ടിവിയിലല്ലേ കണ്ടിട്ടുള്ളത്? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒന്നും പറയാനില്ല, അടിപൊളി. തീർച്ചയായിട്ടും പണ്ട് എനിക്കൊന്നും കുട്ടിക്കാലത്ത് കാണാൻ പറ്റിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മാത്രം കണ്ട് ആവശ്യം വന്ന സിനിമയൊക്കെ തിയേറ്ററിൽ കാണാൻ പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കണ്ടു. നല്ലതായിരുന്നു. അടിപൊളി. ഞാൻ ആക്ച്വലി ബോംബെയിൽ നിന്ന് വന്നായിരുന്നു, ഇതിനായിട്ട് വന്നായിരുന്നു. ഇന്നലെ ഒരു ഫാൻ ഷോ, എന്നിട്ട് ഇന്ന് രാവിലെ. അപ്പോൾ നാളെ പോകണം. അപ്പോൾ ഇതിനായിട്ട് വന്നതിൻ്റെ ആ ഒരു വർത്ത് കിട്ടി. അതായത് എനിക്ക് ഒരു അവിടെ ഒക്കെ റിലീസാകുമ്പോൾ നമ്മൾ ഒരു ചത്ത പോലെ ഓഡിയൻസ് കാണുന്നത്, പക്ഷേ ഇവിടെ കാണുമ്പോൾ ഒരു അന്യായം, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിന്റെ ഫാൻസിന്റെ കൂടെ കണ്ടത്. നല്ല ഓളം, നല്ല രോമാഞ്ചം. എല്ലാവരും വന്ന് കാണണം. ഇതൊക്കെ കാണാൻ ഓരോ പ്രാവശ്യം ജീവിതത്തിൽ ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. വേറെ ഒരു വൈബിലാണ് പടം പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 2025 ലാലേട്ടൻ തൂക്കി എന്ന് പറയാൻ പറ്റും. ഇനി നരൻ വരണമെന്ന് തോന്നുന്നു. പിന്നെ ആറാം തമ്പുരാൻ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതെല്ലാം റിലീസ് ആവുമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സ്ഥിരം ടി വി കാണുന്ന പടമാണ്, പക്ഷേ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല, ഞാൻ 2001 തിയേറ്ററിൽ കണ്ട പടമാണ്. അല്ല, അന്ന് ഓളം വെക്കാൻ പറ്റിയില്ല, ഇന്ന് ഓളം വെക്കാൻ പറ്റിയ ഒരു മാറ്റമേ ഉള്ളൂ. അന്ന് ഇച്ചിരി ചെറുപ്പമായിരുന്നു, അത് കുഴപ്പമില്ല, ആസ്വദിക്കാൻ പറ്റി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.